മഴത്തോരും മുൻപിൽ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ. അങ്ങനെ രോഹിത്താണെങ്കിൽ കള്ളവും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് നേരെ ഹോസ്പിറ്റലിൽ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നത്. പക്ഷേ പോയി കഴിയുമ്പം അലീന ബാലേന്ദ്രൻ്റെ അടുത്ത് പറയുകയാണ്, ആ പോക്ക് അത്ര ശരിയല്ലല്ലോ അച്ഛാ. ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത്? രോഹിത് ആ പറഞ്ഞത് അത്ര സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പറയാണ്, എന്തായാലും ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടല്ലോ, അപ്പം അവൻ പറഞ്ഞത് ശരിയാണോ എന്നറിയാലോ എന്ന് പറയുകയാണ്. അപ്പം ബബിത ചോദിക്കുന്നുണ്ട്, അവൻ ഹോസ്പിറ്റലല്ലാതെ മറ്റെവിടെ പോവാൻ, നിനക്ക് ആവശ്യമില്ലാത്ത സംശയമാണെന്ന് പറയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, എന്തായാലും ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോകുമല്ലോ, അന്നേരം അറിയാലോ അവൻ അവിടെ ചെന്നിട്ടുണ്ടോ എന്ന്. ഹരിയാണെങ്കിൽ പ്ലാനൊക്കെ ഓർത്ത് ഭയങ്കര സന്തോഷത്തിൻ്റെ ഇരിക്കുകയാണ്. ശരണ്യ വരുമല്ലോ, അതൊക്കെ ഓർത്ത് ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ പോകാനായിട്ടിരിക്കുകയാണ്. രോഹിത്താണെങ്കിൽ വീട്ടിൽ നിന്ന് കള്ളവും പറഞ്ഞ് ബൈക്കിൽ നേരെ ഹരി പറഞ്ഞ ലൊക്കേഷനിലേക്ക് വരികയാണ്. വരുന്ന വഴി നോക്കുന്നുണ്ട്, ആരെങ്കിലും കാണുന്നുണ്ടോ, പുറകിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രോഹിത്ത് നോക്കുന്നുണ്ട്. അങ്ങനെ ഹരി പറഞ്ഞ ലൊക്കേഷനിൽ ആ വീട്ടിലെത്തിയാണ് രോഹിത്ത്. ഈ സമയത്താണെങ്കിൽ ഹരിയാണെങ്കിൽ നേരെ ശരണ്യെ വിളിക്കാൻ ചെല്ലുകയാണ്. ശരണ്യാണെങ്കിൽ ആരും കാണാതെ ഹരിയും കാത്തിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഹരി വരുന്നുണ്ട്. ഹരിയുടെ കാറിൽ കയറി ശരണ്യ നേരെ ആ വീട്ടിലേക്ക് വരികയാണ്. ശരണ്യയ്ക്ക് അറിയുന്നില്ലല്ലോ താൻ അപകടത്തിലേക്കാ പോകുന്നതെന്ന് അറിയാതെയാണ് ശരണ്യ വരുന്നത്. ഈ സമയത്ത് ആ വീട്ടിൽ എല്ലാം സെറ്റാക്കി വെച്ചേക്കുവാണ് ഹരിയുടെ കൂട്ടുകാർ. ഇതൊക്കെ കാണുമ്പോൾ രോഹിത്തിന് ആകപ്പാട് ടെൻഷനാവുന്നുണ്ട്. എന്നാലും രോഹിത്ത് കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. രോഹിത്ത് വീട്ടിൽ വെച്ച് ഭയങ്കര ടെൻഷനിലാണ്. എന്നാലും ഹരിയും കൂട്ടരും ഒക്കെ പറയുന്നത് കേട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന വഴി ഹരിയാണെങ്കിൽ കൊക്കക്കോള കൊടുക്കുന്നുണ്ട്. ഇതെന്താടാ, നീ കുടിച്ചോ, വരുന്ന വഴി ക്ഷീണം ഉണ്ടെങ്കിൽ മാറട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് ഹരി കൊടുക്കുന്നത്. പക്ഷേ ശരണ്യ പറയാണ്, എനിക്ക് കൊക്കക്കോള ഒന്നും വേണ്ട, എനിക്ക് വെള്ളം മതി എന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ കയ്യിലിരിക്കുന്ന വെള്ളം കൊടുക്കുന്നുണ്ട്. അത് വാങ്ങിച്ച് ശരണ്യ കുടിക്കുകയും ചെയ്യുന്നുണ്ട്. അത് കുടിക്കുമ്പോഴത്തേക്ക് ശരണ്യക്കൊരു വല്ലാതെ തലകറക്കം പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഹരി ചോദിക്കുകയാണ്, എന്ത് പറ്റിയ? ഒന്നുമില്ല, തലയ്ക്കാകപ്പാടെ ഒരു വല്ലാതെ പോലെ. അപ്പം ഹരി പറയുന്നുണ്ട്, അത് നിനക്ക് തോന്നുന്നുണ്ട്, അങ്ങ് മാറിക്കോളൂ എന്ന് പറയാണ്. ഈ സമയത്ത് ശരണ്യയ്ക്ക് ആകപ്പാടെ തലകറക്കവും ഒരു അബോധാവസ്ഥയിലേക്ക് പോവുകയാണ്. ഹരിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ്, പ്ലാൻ വർക്കൗട്ടായി തുടങ്ങി. അങ്ങനെ നേരെ ആ വീട്ടിലേക്ക് എത്തുവാണ്. ഈ സമയത്ത് ഹരിയുടെ കൂട്ടുകാരും എല്ലാം പ്ലാൻ പോലെ തന്നെ ചെയ്യുന്നുണ്ട്. രോഹിത്തും കൂടെയുണ്ട്. പക്ഷെ രോഹിത്തിന് ആകപ്പാടെ ടെൻഷൻ, ചെയ്യുന്നത് തെറ്റാണെന്നുള്ളൊരു ബോധ്യം രോഹിത്തിനുണ്ട്. അവിടെ വന്ന് ശരണ്യ ഇറങ്ങുമ്പോഴത്തേക്ക് ശരണ്യയ്ക്ക് ആകപ്പാട് ഒരു ബോധമില്ലാത്ത പോലെയാണ്. എനിക്ക് ആകപ്പാട് തല ഇറങ്ങുന്നുണ്ട്, എന്തോ ഒരു വയ്യായ്മ പോലെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഹരി പറയാണ്, അത് നിനക്ക് തോന്നുന്നതാണ്, ഞാൻ വേണമെങ്കിൽ പിടിച്ചിറക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് ബാലചന്ദ്രനാണെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. ഹോസ്പിറ്റലിൽ വന്ന് വൈജയെ കാണുന്നുണ്ട്. വൈജയുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പം വൈജ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിൻ്റെ മോൻ വന്നില്ലയോ എന്ന് ചോദിക്കുകയാണ്. കോളേജിൽ പോകണ്ടേ, പിന്നെ എങ്ങനെ വരാനാ? ആഹാ, അപ്പോൾ അവൻ വന്നില്ല. എന്നോട് രാവിലെ നിന്നെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നെന്നും പറഞ്ഞാൽ ഇറങ്ങിയത്, പക്ഷേ ഇങ്ങോട്ട് വന്നില്ല. പിന്നെ അവൻ എവിടെ പോയി? അവൻ എവിടെ പോകാനാ? അവൻ നേരെ കോളേജിൽ പോയി കാണും എന്ന് വൈജ പറയുന്നുണ്ട്. വൈജ അന്നേരം രോഹിത്തിനെ ന്യായീകരിക്കുകയാണ്. അപ്പോഴാണ് ബാലേന്ദ്രനാണെങ്കിൽ അലീന പറഞ്ഞായിരിക്കും ആലോചിച്ചത്, ഇന്നത്തെ അവൻ്റെ പോക്കത്ര ശരിയല്ല എന്ന് അലീന പറഞ്ഞ കാര്യം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. രാവിലെ കള്ളം പറഞ്ഞ് എങ്ങോട്ട് പോയതായിരിക്കും? എന്തായാലും വൈകിട്ട് ഇങ്ങോട്ട് വരട്ടെ, ചോദിക്കുന്നുണ്ട് എന്ന് ബാലേന്ദ്രൻ മനസ്സിൽ വിചാരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ ഹരിയാണെങ്കിൽ ശരണ്യെ പിടിച്ചിറക്കുവാണ്. ശരണ്യയ്ക്ക് അപ്പോഴേ തലയ്ക്ക് ആകപ്പാടെ ഒരാട്ടമുണ്ട്. അപ്പോൾ ശരണ്യെ ചോദിക്കുന്നുണ്ട്, ഇവിടെ ഫംഗ്ഷനാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആളുകളെ ഒന്നും കാണുന്നില്ലല്ലോ? അപ്പോൾ ഹരി പറയാണ്, എല്ലാവരും വരുന്നുണ്ട്, നിനക്ക് തലകറക്കം ഉണ്ടെന്നല്ലേ പറഞ്ഞത്, നീ അകത്തേക്ക് വാ. അങ്ങനെ അകത്തേക്ക് കൊണ്ടുവരികയാണ്. അകത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് അങ്ങനെ അവിടെ വന്ന് ഇരിക്കുമ്പോഴത്തേക്ക് ഹരിയുടെ കൂട്ടുകാരാണെങ്കിൽ വീണ്ടും ആ ജ്യൂസ് കൊണ്ടുവന്ന് ശരണ്യയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരണ്യയാണെങ്കിൽ ഒന്നും അറിയാതെ അത് വാങ്ങിച്ച് കുടിക്കുന്നുണ്ട്. നീ ഇത് കുടിക്കും, ഇത് കുടിക്കുമ്പോഴത്തേക്ക് നിൻ്റെ ആ ക്ഷീണമൊക്കെ അങ്ങ് മാറുമെന്നും പറഞ്ഞ് ഹരിയാണെങ്കിൽ നിർബന്ധിച്ച് കുടിപ്പിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് വീണ്ടും ശരണ്യ അബോധാവസ്ഥയിലാവുന്നുണ്ട്. റെഡി പറയാണ്, ഹരിയേട്ടൻ എനിക്ക് ആകപ്പാടെ ഒരു വല്ലായ്മ പോലെ, എനിക്ക് വയ്യ എന്ന് പറയാണ്. അങ്ങനെ ഹരി പറയുകയാണെങ്കിൽ എന്നെങ്കിൽ നീ അകത്തെ റൂമിൽ പോയി കിടക്കാം എന്നും പറഞ്ഞുകൊണ്ട് ശരണ്യയും പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് പോവുകയാണ്. തിരിഞ്ഞു നോക്കി കൂട്ടുകാരെ നോക്കി ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട്. പ്ലാൻ സക്സസ് ആയി എന്ന് കാണിച്ചാണ്. അപ്പോഴത്തേക്ക് രോഹിത്തിന് ആകപ്പാടെ ടെൻഷനാവുന്നുണ്ട്. രോഹിത്തിന് എന്ത് ചെയ്യണമെന്ന് ആകപ്പാടെ ഒന്നും അറിയാത്തൊരവസ്ഥ. ഗുപ്താണെങ്കിൽ ആകപ്പാടെ പെട്ടുപോയി. ശരണ്യെ കൊണ്ടുവന്ന് മുറിയിൽ കിടത്തിയിട്ട് ഹരിയാണെങ്കിൽ ഉറക്കെ പാട്ട് വെക്കുകയാണ്. ഹരിയും ഹരിയുടെ കൂട്ടുകാരും ചേർന്ന് ശരണ്യെ കൂട്ടമായി ബലാത്സംഗം ചെയ്യുകയാണ്. രോഹിത്ത് ആ കൂട്ടത്തിലില്ല. രോഹിത്താണെങ്കിൽ പുറത്ത് ആകപ്പാടെ വിഷമിച്ച് പേടിച്ച് തലയൊക്കെ ഇങ്ങനെ വെട്ടിപ്പൊളക്കുന്ന പോലെ ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുകയാണ്. ബഹളവും പാട്ടും എല്ലാം കേട്ട് രോഹിത്തിന് ആകപ്പാടെ തല വല്ലാതാവുന്നുണ്ട്. അങ്ങനെ ഭയന്ന് വിറച്ച് രോഹിത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. പുറത്ത് വന്ന് ബൈക്കും എടുത്ത് രോഹിത്ത് പേടിച്ച് വിറച്ച് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. രോഹിത്ത് നന്നായിട്ട് പേടിക്കുന്നുണ്ട്. പക്ഷേ ഹരിക്കും കൂട്ടുകാർക്കും ഒരു പേടിയില്ലാതെ ശരണ്യെ കൂട്ടമായി ബലാത്സംഗം ചെയ്തു. അങ്ങനെ രോഹിത് നേരെ പേടിച്ച് വീട്ടിലേക്ക് എത്തുന്നുണ്ട്.
ആകപ്പാടെ ഭയന്ന് വിറച്ചാണ് നേരെ വരുന്നത്. അത് അലീന കാണുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഹരിയാണെങ്കിൽ കൂട്ടുകാരടുത്ത് പറയാണ്, ഇവക്ക് അനക്കം ഇല്ലെന്ന് തോന്നുന്നു, ഇവക്ക് വല്ലതും പറ്റിയോ എന്ന് പറയുകയാണ്. അവരെല്ലാം ആകപ്പാടെ ഭയക്കുന്നുണ്ട്. ശരണ്യ മരിച്ചോ എന്നുള്ളൊരു പേടിയായി എല്ലാവർക്കും. അങ്ങനെ ശരണ്യ ഹോസ്പിറ്റലാവുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലുകാർ പോലീസിനെ അറിയിച്ചു. പോലീസ് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഹരിയും കൂട്ടുകാരും ഹരിയുടെ വാക്ക് കേട്ട് കൂടെ നടന്ന രോഹിത്തും പോലീസ് പിടിയിലാവാൻ പോകുന്നു.